പ്യോർ കോട്ടണിൽ കാന്ത വർക്ക് ചെയ്ത് വന്നിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസാണ് കാണുന്നത്. അതും നല്ല ഭംഗിയുള്ള യോക്ക് കണ്ടോ, നല്ല കാന്ത വർക്കിൻ്റെ വർക്ക്, ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ചെറിയ മിറേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ട്രഡീഷണൽ സെറ്റ് കേട്ടോ. ഇതുപോലെ കണ്ടോ, യോക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ട്രഡീഷണൽ ലുക്കുള്ള സെറ്റ്. ഇതിൻ്റെ നമ്മൾ കോമൺലി എപ്പോഴും വരുന്ന കളേഴ്സ് ഈ യെല്ലോ, ഗ്രീൻ, മെറൂൺ ഒക്കെ. ഞാനിത് തയ്ച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല കംഫർട്ടബിൾ ഇടാനായിട്ട് നമ്മുടെ ബെസ്റ്റ് ഈ ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ടാണ്. 1195 ആണ് റേറ്റ്. മിക്കതും നമ്മളിപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഇടാൻ പറ്റുന്ന കളക്ഷൻസാണ് കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടൺ കളക്ഷൻസാണ്. ഇതിലെല്ലാം ഡിഫറെൻറ്റ് കാന്ത വർക്കാണ് വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ നമ്മൾ ഡിഫറെൻറ്റ് പീസസ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതാ ഇതൊക്കെ കണ്ടോ, സോറി, ഡിസൈൻസ് ഇങ്ങനെ പല ഡിസൈൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. സോറി. അപ്പോൾ ഇതിൽ റാൻഡം ഞാനൊരു 3-4 പിക്ക് ചെയ്തിട്ട് 4 കളേഴ്സിൽ നിന്ന് ഓരോന്ന് പിക്ക് ചെയ്തിട്ട് കാണിക്കാം. ബാക്കി നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളി സെറ്റാണ്. സിമ്പിളായിട്ട് തയ്ച്ചിടാം. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ തയ്ക്കാൻ പറ്റുന്നൊരു സെറ്റാണ്. ദുപ്പട്ടയൊക്കെ നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ്. നമുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ലിനൻ ടോപ്പാണ്. പ്യുവർ ലിനനിൽ നല്ല വർക്ക് വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കാം. 2400 300 ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് കുർത്തിയായിട്ടല്ല, ഫാബ്രിക് മാത്രമായിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ അതും കൂടി പർച്ചേസ് ചെയ്യുക. അടിപൊളി ആയിട്ടാണ്. ഔട്ട്ലുക്ക് വരുന്നതിനാണ്. ഈ വർക്കിൻ്റെ ഭംഗിയുണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കാണ്. ഫാബ്രിക്കിൽ ഫുൾ ആ ഒരു കാന്ത വർക്കിൻ്റെ സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. ഇതിൽ യോക്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു രാജസ്ഥാനി സ്റ്റൈലിലുള്ളൊരു വർക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്ന എത്നിക് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് നല്ല കംഫർട്ടബിളുമാണ്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ഫിനിഷുള്ള കോട്ടൺ ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്ന ഫാബ്രിക് നോക്ക്, സെയിം കോട്ടൺ തന്നെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ടോപ്പ് ചെയ്യാം. ഞാനിത് വെച്ചിട്ട് മുമ്പ് തയ്ച്ചേക്കുന്നത് 2 ഡബിൾ ടോപ്പാണ് ചെയ്തേക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു യെല്ലോ ടോപ്പ് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോളറിനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോട്ടലി ബട്ടണൊക്കെ വെച്ച്. ശരിക്കും ഞാനിന്ന് എടുത്തതെങ്കിൽ നിങ്ങളെ കാണിക്കാറ്. നല്ല പാറ്റേണിലൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. ഇത് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് വിത്തൗട്ട് ലൈനിങ് ചെയ്താൽ മതി. നല്ല കംഫിയാണ്. ഇതാ ഇങ്ങനെ ലൈനിങ് ഇട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ലത്. പിന്നെ സ്ലീവ്സിലൊന്നും ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള ഫാബ്രിക്, നല്ല കംഫർട്ടബിളായിട്ട് വരാം. മെറൂണാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ആ വർക്കാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ മധുബനിയിലൊക്കെ വരുന്ന അതേപോലത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മിറർ വർക്കും ത്രെഡ് വർക്കും വന്നിരിക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ. ദുപ്പട്ട ഭയങ്കര ഒരുപാട് വലുതല്ല, എന്നാൽ ആവശ്യത്തിനുള്ള ലെങ്ത്ത് വിട്ടും ഉണ്ട് കേട്ടോ. ഇതിന് ഇങ്ങനെ കാണുമ്പോൾ വീതി കുറവാണ്, പക്ഷേ ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഉണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. ബോട്ടം ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പായിട്ടോ ചെയ്യാം. നെക്സ്റ്റ് ഡിസൈൻ ഇതുപോലെ. നല്ല ഭംഗിയില്ല എൻ്റെ യോക്ക്. നല്ലൊരു രസമുള്ള യോക്ക്. ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഗ്രീനാണ് കോമ്പിനേഷൻ, യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. ബോട്ടം നോക്ക്, നല്ല ഭംഗിയുള്ള പ്രിൻറ്റ്, കുഞ്ഞ് പ്രിൻറ്റാണ്. ടോപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതുപോലെ വരിക. ഇത് ടോപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിലും ഇത് വെയർ ചെയ്യാൻ പറ്റും. ഈ വർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് വർക്കാണ്. ഗ്രീൻ വിത്ത് യെല്ലോ. ബോട്ടം വന്നേക്കുന്നത് ഒരെണ്ണം കൂടെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ. ഞാൻ 2 കൂടെ ഓപ്പൺ ചെയ്യാവേ, കാരണം 4 അല്ല ഞാൻ കാണിച്ചത്. ബ്ലൂവിൽ ഈ ഒരു ഡിസൈൻ. എല്ലാം നല്ല കോമ്പിനേഷൻസാണ്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്ക്, നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്നത്. നല്ല കോമ്പിനേഷൻ ദുപ്പട്ട. ബോട്ടം ഇതുപോലെ ചെറിയ പ്രിൻറ്റ് വന്നിട്ടുള്ള പ്യോർ കോട്ടൺ ബോട്ടമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഗ്രീൻ. ഇതുപോലെ നല്ല പ്രിൻറ്റുകളാണ്. ദുപ്പട്ട ഇങ്ങനെ. ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡ് മെൻഷൻ ചെയ്ത് ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നമ്മുടെ നമ്പേഴ്സ് അറിയാലോ, 9562251075 and 8075551153. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല,
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.